വെൽക്കം ടു അമ്മായിസ് കിച്ചൻ. അസ്സലാമലൈക്കും. അമ്മായിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പടവളങ്ങ കൂട്ടാണ്. അതിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. കടലപ്പരിപ്പ് ഇട്ടിട്ടുള്ള തോരനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് പടവളങ്ങ കഴുകി മുറിച്ചിട്ടുണ്ട്, കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, സബോള കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിന് വേണ്ട എണ്ണ, കടുക്, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, തേങ്ങ എല്ലാം പച്ചമുളക് കൊണ്ട് അരച്ച് വെച്ചതാണ്. നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ല മൂത്ത് വരുമ്പോൾ സബോള ഇട്ട് കൊടുക്കാം. ഒരു സബോളയാണ് ഇത് ഇട്ടിരിക്കുന്നത്, അധികമൊന്നുമില്ല, ഒരു സബോളയാണ്. നമുക്കിത് വഴങ്ങി വരുന്ന സമയത്ത് ലൈറ്റ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല വഴങ്ങി വന്നതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നമുക്ക് പടവളങ്ങ കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പടവളങ്ങയാണ്, ചെറിയ 2 പടവളങ്ങയാണിത്. ഇത് നല്ലോണം നമുക്ക് ഇളക്കി മിക്സാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്, വെള്ളമേ വേണ്ട, ആവിയിൽ വേവുന്നു. വെള്ളമുള്ള സാധനമല്ലേ, ചീര പോലെ. അപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ആവിയിൽ വെന്ത് കഴിയട്ടെ. അതിന് ശേഷം പടവളങ്ങ വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരച്ചതിട്ട് കൊടുക്കാം. അരച്ചതിൽ തേങ്ങ, ജീരകം, പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടലപ്പരിപ്പ് കുറച്ച് വേവിച്ച് വെച്ചാണ് അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ല ഇളക്കി മറിച്ചാൽ പടവളങ്ങ തോരൻ ഇവിടെ റെഡിയാവുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പരിപ്പിലും ഇട്ട് വയ്ക്കാം, ഇങ്ങനെ തോരനായും വയ്ക്കാം, കടലപ്പരിപ്പ് ഇല്ലാതെയും തോരൻ വയ്ക്കാം. ഇത്രയുമാണ് പടവളങ്ങ തോരനിക്ക് ആവശ്യമായ സാധനങ്ങൾ. വരിയും എല്ലാവരും കഴിച്ചു നോക്കി ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ റെസിപ്പി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഞങ്ങളുടെ ചാനലിൽ എല്ലാ റെസിപ്പിയും ഉണ്ടാകുന്നതാണ്.